വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽപിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറെ പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിച്ചതാണ് CNS അഥവാ കമ്പൽസറി നഴ്സിംഗ് സർവീസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ ബോണ്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ആന്റി റാഗിംഗ്, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സിന്റെ പ്രിപ്പറേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് അഡ്മിഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 5 മണിക്കാണ്, വൈകുന്നേരം 5 മണിക്കാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കോളേജിലും കൂടി വിളിച്ച് ചോദിച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്ത് കോളേജിൽ എന്ന് വരണമെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഓൾറെഡി ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് കിട്ടിയ കുട്ടികൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 വൈകിട്ട് 5 മണിക്കാണ്. ഈ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അതായത് കോളേജിലേക്ക് പോകാനായിട്ട്. അതുപോലെ കുറെ കുട്ടികൾ ചോദിക്കുന്നതാണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് എപ്പോഴാണ് എന്നുള്ളത്. അത് ഓഗസ്റ്റ് 20 ശേഷമായിരിക്കും. നമ്മുടെ സൈറ്റിൽ അതിന്റെ ഡേറ്റും അതുപോലെ തന്നെ വേക്കൻസി ഉള്ള സീറ്റുകളിൽ മാത്രമായിരിക്കും സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ ഏതൊക്കെ സീറ്റുകളാണ് വേക്കൻസി എന്നൊരു ലിസ്റ്റ് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ സ്പോട്ടിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതോടൊപ്പം തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ കോളേജ് ക്യാൻസൽ ആയി പോകുന്നതുമായിരിക്കും. ഇത് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മൾ Q&A സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ചെന്ന് കണ്ടു നോക്കുക. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നതാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് നമ്മൾ ഇത്രയും നാള് വീട്ടിലിരുന്ന് അലോട്ട്മെന്റ് നോക്കിയത് പോലെയാണോ എന്നുള്ളത്. അല്ല, അത് LBS നിങ്ങൾക്ക് തരുന്ന സെന്ററിലേക്ക് നിങ്ങൾ പോയിട്ട് വേണം ആ സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതുമായിട്ടുള്ള അപ്ഡേറ്റ്സ് LBS നമുക്ക് വെബ്സൈറ്റിൽ അറിയിക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ NOC സർട്ടിഫിക്കറ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് സ്പോട്ടിൽ പങ്കെടുക്കാൻ NOC വേണ്ട. ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിച്ചൊരു കാര്യമാണ്, എടുത്തു പറയാണ്. ഗവൺമെന്റ് കോളേജസിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് NOC സർട്ടിഫിക്കറ്റ്, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം NOC സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന് കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് നിങ്ങൾ LBS ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ചിലപ്പോൾ SSLCയോ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. അതായത് SSLCയോ ബർത്ത് സർട്ടിഫിക്കറ്റോ മതിയാകുന്നതായിരിക്കും. അതായത് നിങ്ങൾ LBS ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണോ കൊടുത്തത് ആ സർട്ടിഫിക്കറ്റ് മതി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ. നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലും ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഒരുപാട് കമന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നുണ്ട്. നിങ്ങൾ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്ക് ഉള്ള ഒരു ഡോക്ടറിൽ നിന്നുമാണ് ഇത് വാങ്ങേണ്ടത്, OP ഡോക്ടറിൽ നിന്നുമല്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വാങ്ങേണ്ടത്. നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഡോക്ടറിന്റെ സൈനും അതുപോലെ സീലും അതിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം വേണം അത് ചെയ്യാനായിട്ട്. പല കുട്ടികളും പറയുന്നുണ്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവർ ECGയും എക്സ്റേ ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് അവർ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കുറെ കുട്ടികളുടെ കമന്റ് ആണ് ഞാൻ അണ്ടർ വെയിറ്റ് ആണ്,
ഓവർ വെയിറ്റ് ആണ്, അതൊക്കെ ഒരു പ്രശ്നമാകുമോ എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നില്ല. ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇതുപോലെ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തരുന്നതായിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷന്റെ കാര്യം, നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡോസ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കുഞ്ഞിലെ എടുത്തിട്ടുണ്ടെന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുഞ്ഞിലെ എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. കാരണം നമുക്ക് ഇനി ബാക്കിയുള്ള ഡോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അത് എത്ര മാസത്തിന് ശേഷമാണ് എന്നുള്ളതെല്ലാം കോളേജിൽ നിന്ന് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. കുറച്ച് കോളേജസ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ കോളേജിൽ പോയിട്ട് അവർ കൊണ്ടുപോയി എടുപ്പിക്കും. അല്ലാത്ത കുട്ടികൾക്ക് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരാനായിരിക്കും പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ വരെ നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുത്തിട്ടായിരിക്കും അവര് നിങ്ങൾക്ക് വാക്സിനേഷൻ എടുത്ത് തരുന്നത്. ആ സമയത്ത് നിങ്ങൾ അത് എഴുതി വാങ്ങണം. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ എഴുതി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല കുട്ടികളും ചോദിച്ചതാണ് വാക്സിനേഷൻ എടുക്കാതെ ജസ്റ്റ് സർട്ടിഫിക്കറ്റിൽ എഴുതി കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഈ വാക്സിൻ എടുക്കുന്നത് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലാണ് പോകുന്നത്. അപ്പോൾ പല രീതിയിലുള്ള പേഷ്യൻസിനെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇതുപോലുള്ള വാക്സിനേഷൻസ് നിങ്ങൾക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദോഷം വരുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റാഫുകളും, നഴ്സിംഗ് സ്റ്റാഫ് മാത്രമല്ല പാരാമെഡിക്കലിൽ വരുന്ന എല്ലാ സ്റ്റാഫുകളും ഈ വാക്സിനേഷൻ എടുക്കുന്നതാണ്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടിയും അതുപോലെ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ പേഷ്യൻസിൽ നിന്ന് നമുക്ക് രോഗങ്ങൾ പടരാതിരിക്കുക എന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതുപോലുള്ള വാക്സിനേഷൻ എടുക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ വേറെയും വാക്സിനേഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതെല്ലാം കോളേജിൽ നിന്നും നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. ആന്റി റാഗിങ്ങിന്റെ കാര്യം പറയാം. ആന്റി റാഗിങ്ങിന്റെ ഫോമും നമ്മുടെ പ്രോസ്പെക്ടസിലുണ്ട്. അത് നിങ്ങൾ വാങ്ങിയതിന് ശേഷം കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം ഫില്ല് ചെയ്ത് കൊണ്ടുപോകാനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് പോവുക. അല്ല കോളേജസിൽ നിന്ന് അവർ പറഞ്ഞതിന് ശേഷം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാകും. ഇതെല്ലാം കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അതുപോലെ ഈ പ്രോസ്പെക്ടസിൽ വിറ്റ്നസ് ഒക്കെ കാണും. വിറ്റ്നസ് ആയിട്ട് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഗാർഡിയൻ ആരാണോ അവരുടെ സൈനും പേരും ഒക്കെ ആയിരിക്കും എഴുതേണ്ടി വരിക. പിന്നെ കുറെ കുട്ടികൾ ചോദിച്ചതാണ് CNS, അതായത് കമ്പൽസറി നഴ്സിംഗ് സർവീസ് ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രിന്റ് എടുക്കണം. ഇത് ഗവൺമെന്റ് സീറ്റ് കിട്ടിയ കുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതായത് ഈ 4 വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് 1 വർഷം കൂടി നിങ്ങൾ എക്സ്ട്രാ അവിടെ സർവീസ് ചെയ്യും എന്നൊരു ബോണ്ടാണ് ഇതിൽ വെക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ സർവീസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിങ്ങൾ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി 1 ലക്ഷം രൂപ പെനാൽറ്റി കൊടുക്കാത്ത ഒരു വിഭാഗമുണ്ട്. അതായത് പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഡിഫൻസിലോ സെൻട്രൽ ഗവൺമെന്റിലോ അങ്ങനെ വലിയ രീതിയിൽ ജോബ് കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപ പെനാൽറ്റി ഇല്ലാതെ നിങ്ങളെ അവിടെ നിന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം, അതായത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ആ ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചു തന്ന് നിങ്ങളെ പെനാൽറ്റിയിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും. അതായത് ഇങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെന്റ് പോലെയുള്ള സ്ഥാപനങ്ങളിലാണ് ജോബ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പെനാൽറ്റി ഇല്ലാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 1 വർഷം അവിടെ സർവീസ് ചെയ്യേണ്ടതായിട്ട് വരും. 1 ലക്ഷം രൂപയാണ് പെനാൽറ്റി ആയിട്ട് വരുന്നത്. ഈ ബോണ്ട് നിങ്ങൾ ആ സമയത്ത് തന്നെ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഈ ബോണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. നമ്മുടെ പ്രോസ്പെക്ടസിൽ CNS, അതായത് കമ്പൽസറി നഴ്സിംഗ് സർവീസിന്റെ ഒരു ഫോർമാറ്റ് പ്രിന്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 200 രൂപയുടെ മുദ്രപത്രം വാങ്ങിയതിന് ശേഷം ഈ ഒരു ഫോർമാറ്റ് അതിലേക്ക് പ്രിന്റ് ചെയ്യിക്കണം. ഇപ്പൊ 200 രൂപയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് അതിൽ പ്രിന്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ 100 രൂപയുടെ 2 മുദ്രപത്രം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അതിനും സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ 50 രൂപയുടെ 4 മുദ്രപത്രം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇത് കറക്റ്റ് ആയിട്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രോസ്പെക്ടസും കൂടെ വായിച്ചതിന് ശേഷം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾ പേന വെച്ച് ഫില്ല് ചെയ്യേണ്ടതാണ്. ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കോളേജിൽ അന്വേഷിക്കണം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്ത് കൊണ്ടുവരണമോ അതോ കോളേജിൽ ചെന്നതിന് ശേഷം ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം മുദ്രപത്രത്തിൽ നിങ്ങൾ പേന ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ തെറ്റാതെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കണം.
ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ CNS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അവരാണ് ബോണ്ട് വെക്കേണ്ടത്. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അങ്ങനെയില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ പാസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.